ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് മലേഷ്യൻ ബ്ലോഗിൻ്റെ അടുത്ത ഭാഗമായിട്ടാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ജെൻറ്റിങ് ഐലൻഡിലേക്കാണ്. ജെൻറ്റിങ് ഐലൻഡിലേക്കുള്ള യാത്രയിലാണ് ഇത്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കാനും കുറച്ച് വെള്ളം വാങ്ങാനായിട്ട് നമ്മൾ ഇവിടുത്തെ കടയിൽ കയറി. ഇവിടുത്തെ മിക്ക കടയിലും ഇതേപോലത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ വെള്ളത്തിന് റേറ്റ് കുറവാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, മലേഷ്യ പോകുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ പറഞ്ഞതാണ്. അതിന് 2-3 മോഡൽ കിട്ടും. മിനറൽ വാട്ടർ കിട്ടും, ഡ്രിങ്കിങ് വാട്ടർ കിട്ടും. ഡ്രിങ്കിങ് വാട്ടർ കുറച്ചും കൂടി ക്വാളിറ്റി കുറവാണെന്നാണ് ഡ്രൈവർ അങ്കിൾ പറഞ്ഞത് കേട്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ജെൻറ്റിങ് ഐലൻഡിലേക്ക് പോവുകയാണ്. ജെൻറ്റിങ് ഐലൻഡിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കേബിൾ കാറിലാണ് ജെൻറ്റിങ് ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ജെൻറ്റിങ് ഐലൻഡ് ഒരു ഹിൽ ഏരിയയാണ്. അപ്പോൾ ഹിൽ ഏരിയയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന അവിടെ നിന്നാണ് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അതും ഒരു മാൾ പ്രതിനിധിയാണ്. അത്യാവശ്യം കുറേ അധികം ഷോപ്പിംഗ് ആയിട്ടുള്ള അവസരങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ആ കാഴ്ചയിലേക്ക് പോകാം. കേബിൾ കാർ അങ്ങനെ നമ്മൾ ജെൻറ്റിങ് ഐലൻഡിലേക്ക് പോകുന്ന കേബിൾ കാറിൻ്റെ എൻട്രൻസിന് അവിടെ എത്തി. ഇറങ്ങக்கூടാതെ ഇത് നമ്മളിവിടത്തേക്ക് പോലത്തെ ഒരു ഷോപ്പിംഗ് മാളിൻ്റെയൊക്കെ പ്രതിനിധിയാണ്. ഒരുപാട് ഷോപ്പ് ചെയ്യാനും ഒക്കെയുള്ള അവസരം ഇവിടെയുണ്ട്. പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അവിടെ. സാധാരണ ഇതിനെക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ഇത് ജെൻറ്റിങ് ഐലൻഡിൻ്റെ പ്രീമിയം ഔട്ട്ലെറ്റ്സ് ആണ് കൂടുതലും ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ നടന്ന് കേബിൾ കാറിൻ്റെ അടുത്തേക്കുള്ള എൻട്രൻസിൻ്റെ അവിടെ എത്തി. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിനകത്താണ് ഇങ്ങനെ കുറേ തിരക്കാക്കാനായിട്ട് ഇങ്ങനെ കുറേ പോലത്തെ വളവ് ക്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിനിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ കേബിൾ കാർ ഇവിടെ ഈ റൗണ്ടിൻ്റെ അവിടെ കുറച്ച് നേരം സ്ലോയിൽ ഇങ്ങനെ വരും. ആ ടൈമിൽ കയറാം. എല്ലായിടത്തും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഫുൾ ടൈം ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ നമ്മളുടെ ടേണായി നമ്മൾ കേബിൾ കാറിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ നമ്മുടെ കേബിൾ കാർ പയ്യെ മൂവായി തുടങ്ങി. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മുടെ മല നമ്മൾ വണ്ടി ഓടിച്ച് ഹെയർ പിൻ പോലെ കയറുന്നതിനേക്കാളും കുറച്ചും കൂടി സുഖമായിട്ട് ഇതുപോലെ കേബിൾ കാറിൽ ഡൗൺ ടു അപ്പിലേക്ക് കുറച്ചും കൂടി ടൈം കുറവിൽ പോകാൻ പറ്റും. നമ്മളിവിടുത്തെ ടൂറിസം മേഖലകളിലൊക്കെയും ഇത് പരീക്ഷിക്കാവുന്നതാണ്. കുറേ സ്ഥലത്തൊക്കെ ഇതുണ്ട് ഓൾറെഡി. ഇപ്പോൾ പഴനിയിലൊക്കെയും ഈ പറഞ്ഞ കേബിൾ കാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ആണ്, ഇതൊരു എക്സ്പീരിയൻസാണ്, ഒരു അനുഭവമാണ് നമുക്ക്. ഒരുപാട് പേര് ഇതേപോലെ കേബിൾ കാറിൽ പോകാറുണ്ട്. അത് കേബിൾ കാറിന് വെയിറ്റ് ചെയ്ത് പോകാൻ മടിയുള്ളവർക്ക് ഇതേപോലെ നേരെ ജെൻറ്റിങ് ഐലൻഡിലേക്ക്
റോഡും ഉണ്ട്. നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ടായിരുന്നു റോഡ്. ഇത് കേബിൾ കാറിൻ്റെ അല്ലാതെ റോഡ് ഈ കാണുന്നതാണ്. നേരെ അങ്ങനെ പോകുന്ന പാതയാണ്. അപ്പം നമ്മൾ ഈ സാധാരണ നമ്മുടെ എയർപിൻ വളവൊക്കെ പോലെ പയ്യെ വളഞ്ഞാണ് ഈ ഹൈലാൻഡ് എത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചിൻഷി ടെമ്പിളൊക്കെ ആയിട്ടുള്ളൊരു ഇത് സ്റ്റോപ്പും കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. നമുക്ക് അതിൻ്റെ ഇടയിൽ അവിടെ ഇറങ്ങിയിട്ട് ടെമ്പിളും കൂടി കണ്ട് വരാം. ഇപ്പം ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കുന്നത് ഈ കേബിൾ കാറിലെ യാത്രകളും കാഴ്ചകളും ചിൻഷി ടെമ്പിളിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് വരുന്നതനുസരിച്ച് ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തണുപ്പ് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. മാറ്റങ്ങൾ പെട്ടെന്ന് നമുക്ക് അറിയാനൊക്കെ പറ്റും ഇങ്ങനെ പോകുമ്പോൾ. അത് ഒരു പഗോഡയായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ സിൻജിൻ ടെമ്പിളിൻ്റെ ഒരു മുഖ്യ ആകർഷണമാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പായ ചിൻഷി ടെമ്പിളിൻ്റെ സ്റ്റോപ്പിലെത്തി. അങ്ങനെ നമ്മൾ അവിടെ കേബിൾ കാർ ഇറങ്ങി നമ്മൾ ചിൻഷി ടെമ്പിൾ നടക്കുകയാണ്. നമ്മുടെ കേബിൾ കാറിൻ്റെ സ്റ്റോപ്പ് കുറേ മുകളിലായിരുന്നു. അവിടെ നിന്ന് താഴെ വന്നാലാണ് നമുക്ക് ഈ പറഞ്ഞ ടെമ്പിൾ എത്താൻ പറ്റുള്ളൂ. ഇനി ചിൻഷി ടെമ്പിളിൻ്റെ ഒരു എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. അതിൽ തന്നെ ഇത് ജെൻറ്റിങ് ഐലൻഡിൻ്റെ ഇടയിലുള്ളൊരു ഏരിയ ആണ്. ഈ പറഞ്ഞ കേബിൾ കാർ വഴി ഇവിടെയും നമുക്ക് സ്റ്റോപ്പുണ്ട്, ഇവിടെയും പോകാം. അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. മലേഷ്യയിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ ചിൻഷി ടെമ്പിളും. അതുപോലെ ഒരു ബുദ്ധിസ്റ്റ് കേന്ദ്രം കൂടിയാണിത്. ഒരു ബുദ്ധവിഹാര കേന്ദ്രം. ഇവിടെ ബുദ്ധൻ്റെ പ്രതിമയും ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ വേറൊരു ആംബിയൻസാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഏകാന്തത, അങ്ങനത്തെ ഓവർ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ശാന്തസുന്ദരമായ സ്ഥലം. പക്ഷെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ചിൻഷി ടെമ്പിളിൻ്റെ ജസ്റ്റ് കാഴ്ചകൾ മാത്രം കാണിക്കുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പഗോഡ അത്യാവശ്യം ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അധികം വൈകാതെ തന്നെ അടുത്ത വീഡിയോ ഇടുന്നതാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ന്യൂസ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും ഇതിൻ്റെ കണ്ടിന്യൂസ് ഭാഗങ്ങൾ കിട്ടാനായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും, അതുമൂലം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഇതാണ് ഇവിടുത്തെ ചിൻഷി ടെമ്പിൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ഇല്ല. ഇവിടെ കുറേ നല്ല നല്ല സീനറിയും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ഇതുണ്ട്.